ഹലോ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പടം വരയ്ക്കണമെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പടമാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ. അപ്പോൾ നമുക്ക് ആ പരിപാടിയൊക്കെ തുടങ്ങാൻ പതുക്കെ കേട്ടോ. പുള്ളിയുടെ പെട്ടെന്ന് തന്നെ അത് വരയ്ക്കണമെന്ന് തോന്നാനൊരു കാരണം കേട്ടോ. പുള്ളി എന്തോ ഈ അടുത്തൊരു യൂട്യൂബ് ചാനൽ എന്തോ തുടങ്ങിയിട്ട് 1 ഷോട്ട് 20 മില്യൺസ് അങ്ങോട്ട് അടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തോ ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയോ പുള്ളിയുടെ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അല്ലേ പുള്ളിയെ റെസ്പെക്റ്റ് ചെയ്യണം. അത്രയും ആൾക്കാർ ഒറ്റയടിക്ക് ഫോളോ ചെയ്യണമെങ്കിൽ അല്ലേ. ഇപ്പോൾ ഇത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോന് വേണ്ടി, അവരുടെ ഫാൻസിന് വേണ്ടി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ എടുത്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. നമ്മളൊരു ഈ പ്രാവശ്യം നമ്മൾ ഒരു ചെറിയ ഇത് ചെയ്യുന്നില്ല. അത് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ കണ്ണിൻ്റെ അവിടെയും പിന്നെ കണ്ണിൻ്റെ അവിടെയും മൂക്കിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു റീസൺ ഉണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഞാൻ 2 ദിവസം വരച്ചില്ല. പിന്നെ വരയ്ക്കുമ്പോൾ ഒന്നും അപ്രോക്സിമേറ്റ് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എവിടേക്കോ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യത്തെ കുറച്ച് നാൾ മുമ്പേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെയും ഞാൻ പറയണത്. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, ഫോക്കസിങ് പക്കയായിരിക്കണം, എന്നാലേ നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതായത് നമ്മൾ ഒരു മെത്തേഡ് എന്തായാലും പഠിച്ചിരിക്കണം. അത് മസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. കാരണം ഒരു മെത്തേഡാകുമ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓക്കെയാണ്, നല്ലതാണ്, വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ അത് കൂടാതെ ഒരു മെത്തേഡ് പെട്ടെന്ന് നമുക്ക് ഒരു പ്ലാൻ ബി അല്ലേ, നമ്മളങ്ങനെ ചിന്തിക്കുക. പ്ലാൻ ബി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവണം എപ്പോഴും നമ്മുടെ ഉള്ളിൽ. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഈ വരയ്ക്കുന്ന ആളായതുകൊണ്ട് നമ്മുടെ മൂഡ് ഇങ്ങനെ ഒരേ ഫ്ലോയിൽ തന്നെ നിൽക്കില്ല ചില സമയങ്ങളിൽ കേട്ടോ. ചില സമയത്ത് നമുക്ക് വരയ്ക്കണം എന്ന് തോന്നി കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ഹാൻഡ് ധാരാളമാണ്, സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ചില സമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആലോചിക്കുകയാണെങ്കിലുള്ളൂ, പിന്നെ നമ്മൾ ആ ഒരു ഫ്രീ ഹാൻഡ് നമുക്ക് എങ്ങനെയൊക്കെ വരച്ചാലും നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ വരും. നമുക്കൊരു തൃപ്തി തോന്നില്ല. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തി മുട്ടിക്കണ്ടേ, അത് വരില്ല. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു മെത്തേഡ്, അതായത് ജസ്റ്റ് ചില മാർക്കിങ്സുകളൊക്കെ മുൻകൂട്ടി ജസ്റ്റ് എല്ലാ കോമൺ ആയിട്ടുള്ള ചില മാർക്കിങ്സുകളുണ്ട്. അത് നമ്മൾ ഒരു മൈൻഡിൽ നമ്മൾ പിക്ചർ കാണുമ്പോൾ തന്നെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് അത് നമ്മുടെ മനസ്സുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ വെറുതെ വിരലുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ മേളിലൂടെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ഓടിക്കണം. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് നമ്മളത് ഫീഡ് ചെയ്യും നമ്മുടെ ബ്രെയിനിലേക്ക്. നമുക്ക് കറക്റ്റാവും ഏകദേശം ഇത് എന്താ പറയുക, ആ മെത്തേഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ. ഞാൻ പറയുന്നത് ഒരു ഔട്ടർ ലൈനിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. നമ്മൾ എല്ലാം ഫിനിഷിങ് എല്ലാം ഫിനിഷിങ് എന്ന് പറഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യുന്നതൊക്കെ അത് നമ്മൾ ഓരോ സ്പോട്ട് നോക്കി ലൈറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അത് വേറെ ഒരു കാറ്റഗറിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കെച്ച് ചെയ്യുക, എന്താ പറയുക, ഒരു പിക്ചർ കിട്ടുമ്പോൾ നമ്മൾ ജസ്റ്റ് റഫ് ഇതായിട്ട് സ്കെച്ച് ചെയ്യുള്ളൂ. ലൈൻ ആർട്ട് ഇതുപോലെ എന്താ പറയുക, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് അല്ലാണ്ട് തന്നെ ഔട്ടർ സ്ട്രക്ചർ പോലത്തെ ഒരു ഫേസിൻ്റെ സ്ട്രക്ചർ മാത്രം വരച്ചിടൂലേ, അതിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചിരിക്കുകയാണെങ്കിൽ എവിടെയാണ് നമുക്ക് ആ പെട്ടെന്ന് ആ മെത്തേഡ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫ്രീ ഹാൻഡ് മൈൻഡ് സെറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് പതുക്കെ പ്ലാൻ ബിയിലേക്ക് പോകാം. അല്ലെങ്കിൽ നമുക്ക് ആ മാർക്കിംഗ് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് വരച്ച് തീർക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ എക്സ്പീരിയൻസ് ഇത് വെച്ചാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ചില സമയങ്ങളിൽ എനിക്ക് എന്താ പറയുക,
ചെറിയ ചെറിയ പ്രോബ്ലംസ് വരും. അപ്പോൾ മുന്നോട്ട് വരയ്ക്കാൻ ഫ്രീ ഹാൻഡ് വരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഞാനിത് പറയുന്നത് നമ്മൾ ഈ വരയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ അത് പഠിക്കണ ആൾക്കാർ, ഞാൻ വർക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇനി കുറച്ചും കൂടി ഉണ്ട്. പുള്ളിയുടെ സ്ട്രക്ചർ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബ്ലെൻഡിങ് ചെയ്യാൻ. ഇനി കുറച്ച് ആ ഔട്ടർ ഇതൊക്കെ പതുക്കെ മായ്ച്ച് കളയണം. ചെറുതായിട്ട് ആ സർക്കിളിൻ്റെ പോർഷൻ. ഓക്കെ, നമുക്ക് ഏകദേശം അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ ആർട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മളത് വരച്ചുകൊണ്ടിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. വരച്ചെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ടച്ച് ഫ്ലോ ഉണ്ടായിരിക്കണം എപ്പോഴും. ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടില്ലെങ്കിലും ഞാൻ ഷോർട്സിലെങ്കിലും കുറച്ച് വരച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഷോർട്സ് അത്യാവശ്യം കുറച്ച് ഇങ്ങനെ പതുക്കെ പോകുന്നത് കാണുന്നുണ്ട് ആൾക്കാർ. പിന്നെ അത്രയും അങ്ങോട്ട് എന്താ പറയുക, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളൊന്നും അല്ലല്ലോ. നമ്മൾ സാധാരണ ഒരു ബേസ് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഈ പുള്ളിയുടെ ഇതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ്. പുള്ളി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ. ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ എനിക്ക് തോന്നുന്നത് കുറച്ചൊരു സെൽഫ് ഓറിയൻറ്റഡ് ആയതുകൊണ്ടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അർജൻറ്റീനയുടെ ഓക്കെ ട്രെൻഡിങ്ങിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ പിന്നെ ഞാൻ വരച്ചതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ അവിടെ ഇവിടെയൊക്കെ മിസ്റ്റേക്കുകൾ വരാം. എനിക്ക് കുറേ പ്രാക്ടീസ് ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്കുകൾ വന്നുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. മെത്തേഡുകൾ ഒരെണ്ണം നമ്മുടെ ഉള്ളിൽ വേണമെന്ന്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഏകദേശം നമ്മുടെ കണ്ണിൻ്റെ അവിടെ എത്തുമ്പോൾ എപ്പോഴും ചെറിയ ഒരു ശ്രദ്ധ ഉണ്ടാവണം ഇപ്പോൾ. ബാക്കി പിന്നെ നമുക്ക് പതുക്കെ ഷെയ്ഡ് ചെയ്ത് ഇതാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും ഞാനിങ്ങനെ ഓരോ പിക്ചർ വെച്ച് വരയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇതും ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.